ഇന്ന് അച്ഛൻ്റെ ശ്രാദ്ധാണ് കേട്ടോ. 5ാമത്തെ വർഷമാണ് അച്ഛൻ പോയിട്ട്. ഇപ്പം 5 വർഷമായി. ആലോചിക്കാനേ പറ്റുന്നില്ല. പുലർച്ചെ 5 മണി 5:15 ആകുന്ന സമയത്ത് നമ്മളിതാ ബലിയിടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഞാനും അമ്മയും ചിന്നും കൂടെ പാറക്കുട്ടിയുണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും വല്ലാത്തൊരു മൊമെൻ്റാണ്. കാരണം അച്ഛന് വേണ്ടി ബലിയിടാൻ പോകുന്ന സമയത്ത് അങ്ങനെ ഞങ്ങളിതാ നേരം വെളുക്കാനാകുമ്പോഴേക്കും നമ്മളവിടെ എത്തി. ഞാൻ അമ്മയോട് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ട്. അമ്മ എല്ലാവരും എത്തിയിട്ടുണ്ടാവും, നമ്മളത് ഈ ലേറ്റായി പോകുമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. എന്തോ ഭാഗ്യത്തിന് നമ്മളത് കറക്റ്റ് ടൈമിൽ തന്നെ നമ്മളവിടെ എത്തിയിട്ടോ. എത്തിക്കഴിഞ്ഞ ശേഷം ഞാൻ പാറക്കുട്ടീൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യം. എന്താ വെച്ചാൽ അവളെ ട്യൂഷനും സ്കൂളും ഞാൻ കാരണം ലീവായിപ്പോയി. അപ്പോൾ അവൻ്റെ ഒരു ദേഷ്യം അവളെ മുഖത്തുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാരമില്ല, നിനക്ക് ചെറിയ തലവേദനയുണ്ടല്ലോ, അതുകൊണ്ടാണ് പോകണ്ടെന്ന് വെച്ചത്. പിന്നെ അതിനെ കൊണ്ടാക്കാൻ ഞാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യാണ്. നമ്മൾ വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് നിൽക്കുക, എന്നാലേ നമുക്ക് അവിടെ ഫസ്റ്റ് ആവാൻ പറ്റുള്ളൂ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ തന്നെ നിൽപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ഫസ്റ്റ് തന്നെ അവിടെ നിന്ന് അവർ പറഞ്ഞു, ആ കയറ് വെച്ചിടത്ത് മാത്രമേ നിങ്ങൾ മുങ്ങി വരാൻ പാടുള്ളൂ, കാരണം അവിടേക്ക് എത്രയോ ആൾക്കാർ മരിച്ചിട്ടുണ്ട്, അപകടം വന്നിട്ടുണ്ട്, നല്ല ഒഴുക്കുണ്ടെന്ന്. അങ്ങനെ നമ്മൾ ഈറനോടെ നനഞ്ഞ് കുളിച്ച് ഈറനോടെ നമ്മളെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, അച്ഛന് വേണ്ടി ഓരോരുത്തർ അച്ഛന് വേണ്ടിയിട്ടും അമ്മയ്ക്ക് വേണ്ടിയിട്ടും ഏട്ടന് വേണ്ടിയിട്ടും അനിയത്തിക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യാണ്. എന്തൊക്കെ പറയണം, ഇത് പറയുമ്പം തന്നെ ഞാൻ ഇമോഷണലായി പോവാണ്. കാരണം എൻ്റെ ഈ ലോകത്തിലേക്ക് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛൻ കഴിഞ്ഞിട്ട് എനിക്ക് എന്തുള്ളൂ. പക്ഷെ അത് നഷ്ടപ്പെട്ടപ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാവുന്നത്. ഇന്ന് എൻ്റെ അച്ഛൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കൽ പോലും എനിക്കിങ്ങനെ ചില സമയത്ത് ദുഃഖിക്കേണ്ട സമയത്ത് അങ്ങനെ ദുഃഖിക്കേണ്ടി വരില്ല. കാരണം നല്ല ചീത്തയൊക്കെ പറയുക കേട്ടോ, പക്ഷേ എനിക്കൊരു ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. അങ്ങനെ ഇപ്പം അച്ഛൻ പോയൊരു സങ്കടത്തിലാണ് നമ്മളിങ്ങനെ എല്ലാവരും തന്നെ കേട്ടോ. എല്ലാവർക്കും തന്നെ, അമ്മയ്ക്കായാലും ചിന്നുവിനായാലും കണ്ണുള്ളപ്പല്ലേ കണ്ണിൻ്റെ വില അറിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫ്രഷൊക്കെ ആയതിനു ശേഷം നമ്മളിതാ ഇങ്ങോട്ടേക്ക് അമ്പലത്തിനടുത്തേക്ക് തൊഴാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാവരും ഒരു ചുക്ക് കാപ്പി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട്. കാരണം എല്ലാവരും മോർണിംഗിൽ വന്നതാണല്ലോ, അതും ഈ നനഞ്ഞത്തോടു കൂടി നമ്മളിങ്ങനെ നിൽക്കുന്നതാണല്ലോ, അപ്പോൾ നല്ല തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ചുക്ക് കാപ്പി കിട്ടുമ്പോൾ ഒരു ഫീലാണ് കേട്ടോ. അങ്ങനെ നല്ല രസമുണ്ട്, കാരണം ഇതിൽ ശർക്കരയാണ് ഇടുക. അങ്ങനെ ആ ചുക്ക് കാപ്പി കുടിച്ചതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതതിന് ശേഷം നമ്മളവിടെയുള്ള കാളനെ കണ്ട് അവിടെ നിന്നൊക്കെ എല്ലായിടത്തു നിന്നും പ്രാർത്ഥിക്കുകയും ചെയ്ത് നമ്മൾ അവിടെ നിന്ന് പോകാനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ. എന്തോ ഇവിടെ വന്ന അച്ഛന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോൾ ഒരു മനസ്സിലെന്തോ ഒരു വല്ലാത്തൊരു ഫീല് കിട്ടി. കാരണം അച്ഛൻ്റെ അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ടാകും, എന്നാലും നമ്മൾ അച്ഛന് മിസ് തന്നെയാണ്. കാരണം അച്ഛനില്ലാത്തത് വല്ലാത്തൊരു ഇതാട്ടോ. അങ്ങനെ ഇരിക്കുക ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് പണ്ടൊക്കെ കല്യാണ വീട്ടിൽ ഈ ചെയർ ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ ഇവിടെയല്ലാണ്ട് ഞാൻ എവിടെ ഇത് കാണില്ല കേട്ടോ. ഇങ്ങനത്തെ ചെയർ കല്യാണ വീട്ടിലൊക്കെ അന്ന് പണ്ട് ഇങ്ങനത്തെ ചെയറായിരുന്നല്ലേ. അത് കാണിച്ചു തന്നേ ഉള്ളൂ. ഇതാണ് എൻ്റെ അച്ഛൻ്റെ ശാപത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്തത്. പിന്നെ ഞങ്ങൾ രാത്രി ആ സമയത്ത് രാത്രിയല്ല വൈകുന്നേരം ഞങ്ങൾ ബലിയൊക്കെ ഇട്ട് നമ്മൾ